സാറേ ആ സിഗ്നൽ ജംഗ്ഷനിൽ 2 വീലർ രണ്ടുപേരും മറിഞ്ഞു വീണിട്ടുണ്ട്. അവരുടെ 2 പേരുടെ ഹെൽമെറ്റും തെറിച്ചു പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യണം? ഹെൽമെറ്റ് ഇല്ല വീണ് കിടക്കണോടത്ത്. വീണ് കിടക്കണോടത്ത് ഹെൽമെറ്റ് ഇല്ലെങ്കിൽ ഹെൽമെറ്റ് വെക്കാതെ വന്നു എന്നുള്ള നിലയ്ക്ക് വേണമെങ്കിൽ അടപ്പിക്കാം. അത് തെറിച്ചു പോയതാണ്. തെറിച്ചു പോയിട്ടുണ്ടാവും. ആ പരിസരത്തൊന്നും കാണാനില്ല. ആൾക്കാർക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഇല്ല, കിടക്കണേണ്. ആ കിടന്ന കിടപ്പിൽ പിഴ അടയ്ക്കട്ടെ. അല്ല, എന്തായാലും ഇപ്പൊ ഇങ്ങനെ ആ സ്പീഡിൽ പോയാലോ ആ സ്പീഡിനും വേണമെങ്കിൽ നമുക്കൊരു പിഴ അടക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന് വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു പദ്ധതിയും കൂടിയാണിത്. നമ്മൾ അത് നോക്കിയാൽ മതി. എന്ത് കാണാനാണ് നോക്കിക്കൊണ്ടിരിക്കണത്? എനിക്ക് നോക്കിക്കൂടെ? നോക്കണ്ട. ആദ്യം നിങ്ങളെ മോനെ മര്യാദ പഠിപ്പിക്കേ. ആ ഓനെ പഠിപ്പിച്ചാൽ എങ്ങനായിന്ന്? പൂമുഖവാതിൽക്കൽ സ്നേഹം കുളുമ്പുന്ന ഒരു പുളിയ ഞാൻ എന്റെ വീട്ടിൽ പോണു. ഞാൻ എന്റെ വീട്ടിൽ പോണെന്ന് മനസ്സിലായില്ലേ? അയ്യോ സോറി, അച്ഛന്റെ പിറന്നാളാണല്ലേ, ഞാൻ വരാം. ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഒരു മെസ്സേജ് കൊടുത്തേക്കാം. ദേ ഉണ്ണിയേട്ടാ, എന്റെ അടുത്ത് അഭിനയിക്കരുതേ. എനിക്ക് ഉണ്ണിയേട്ടനോടുള്ള ജീവിതം മതിയായി. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാ. സുമിത്ര എന്തെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായില്ല? എന്താന്ന് കാര്യം പറ. കാര്യം എന്താന്ന് മനസ്സിലായില്ല? അച്ഛാ, നിങ്ങൾ ആവശ്യമില്ലാതെ എന്റെ സുമിത്ര ചീത്ത പറയണ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഞാൻ പറഞ്ഞു? എന്നോട് അച്ഛ പോട്ടെ, അത് പലതും പറയും, നോക്കണ്ട. നീ അവിടെ ഒന്ന് നിർത്തോ. ഉരുളല്ലേ എന്റെ അടുത്ത്? ഏതവളാ അത്? ഏതാന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല? എനിക്കൊന്നും തിരിയുന്നില്ല നീ പറയുന്നത്. നോക്ക്, നോക്കാൻ. നോക്കി തുറന്നു നോക്കാൻ. നന്നായിട്ട് ഇളിച്ചോണ്ടിരിപ്പുണ്ടല്ലോ ഫ്രണ്ടില്. ഇത് ഞാൻ രമ്യല്ലേ? ഏത് രമ്യ? ഗൾഫിലെ സുരേഷിന്റെ ഭാര്യ രമ്യ. അവള് നിങ്ങളുമായിട്ട് എന്താ ബന്ധം? സുരേഷൻ ഗൾഫിലാണല്ലോ, ഓളെ സഹായിക്കാൻ ആരുമില്ല. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്ത് സ്കൂളിലേക്ക് കുട്ടികളെ കൊണ്ട് പോന്ന്. വണ്ടി മിസ്സായി പോയി, ഒരു ഓട്ടോറിക്ഷയും കിട്ടുന്നില്ല. ഞാൻ അവളെ കയറ്റിട്ട് സ്കൂളിന്റെ മുമ്പിലാക്കി, അത്രേ ഉള്ളൂ. തിരിച്ചു കൊണ്ടുവന്നില്ല. അപ്പൊ ഗൾഫിലുള്ളവരുടെ ഭാര്യമാരെ സഹായിക്കലാണോ നിങ്ങളെ പണി? അതാണോ? ഭാര്യമാരെയല്ല, രമ്യനെ മാത്രം. അയ്യോ, എന്തേ ഒന്നിൽ നിർത്തി കളഞ്ഞേ? ഒരു കാര്യം ചെയ്യ്, നാട്ടിലുള്ള സ്ത്രീകളെ സഹായിച്ചിട്ടേ അച്ഛനും മോനും കൂടി വീട്ടിനകത്തിരിക്കും. ഞാൻ എന്റെ വീട്ടിൽ. അയ്യോ രമ്യ പോവല്ല, സുമിത്രയായിട്ട് ഞാൻ യാതൊരു ബന്ധവും ഉണ്ടാവില്ല, സത്യം. അതന്നെ എനിക്ക് പറയാനുള്ളത്. സുമിത്രയായിട്ട് നിങ്ങൾക്ക് ഇനി ഒരു ബന്ധവുമില്ല. രമ്യ തന്നെയോ ആരുടെ കുഴി വെച്ച് നിങ്ങൾ ജീവിച്ചോ? എനിക്ക് അറിയണല്ലോ നിങ്ങൾ എത്ര കാലം ജീവിക്കുമെന്ന്. ഹെൽമെറ്റ് ഇല്ലാത്തതിന്റെ പേര് ഒരു ഫൈൻ അടിച്ചാൽ തീരുന്ന കാര്യമില്ലു. രമ്യ, സുമിത്ര, എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ എന്റെ ദൈവമേ.